ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് വേണ്ടത് പത്തൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അരിയാണ് ഈ ചതച്ച് കൊണ്ടുവന്നത്. ഇതിലേക്ക് തേങ്ങ അല്ലമ്മ, തേങ്ങയും ജീരകവും ഉപ്പും പച്ചരിയും ചക്കരിയായി. ഉപ്പും പച്ചരിയും ചക്കരി ഇട്ട് അരച്ചതാണത്. ഇതാ വയറിൽ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഇന്നലെ തിന്നതിൻ്റെ ബാക്കിയൊക്കെ തിന്നാണ് കേട്ടത്. മുത്തമ്മക്ക് ഒരു കണ്ടം തരുമോ? ഇതാണ് എൻ്റെ പരിപാടി. കുട്ടികളോട് ചോദിച്ച പിന്നെ അതിക്കുള്ള തേങ്ങ തവള അയാൾ പൊളിച്ചെടുക്കണം. രാവിലെ തന്നെ ഓന് കാണിച്ചു തരാം. ടൈസിൻ്റെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞോയി മൂത്തമ്മാന്റെ കുഞ്ഞും ബ്രേ അങ്ങനെ കുഞ്ഞു ആണ്ട ഇമ്മച്ചിന്റെ സ്വത്തമ്പടേ. രണ്ടാളും ഇങ്ങനെ കാണിച്ചു തന്നാ മതിയാ. ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഒരാൾക്ക് ഇല്ലാതെ. കുറച്ചേച്ച് തിന്നാ മതി. വില പിടിപ്പുള്ളതാണ് പറഞ്ഞാല് 246 റുപ്യ അതിന് ഒന്നിന്. അതിനെയാണ് തോന്നുന്നത്. ഇവിടെ ഇന്നെക്കാട്ടിയും കട്ടായിട്ടാണ് ഓളലിച്ചൂതാ നിക്കണത്. അങ്ങനെ ഇവിടെ ചെറിയും കാട്ടി നിന്ന് 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 അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായില്ലേ. ഐസിന്റെ വേണ്ട പറഞ്ഞിട്ട് ഐസിന് എനിക്ക് തന്നിട്ടാ. ആ വേണ്ട അറിഞ്ഞു വന്നു ഇപ്പൊ ഒരു പൊട്ട് അട്ടിക്കാന്ന്. ഇനി ഇതൊക്കെ തന്നെ കരയാം. ഞാൻ തിന്നു കഴിയോളം ഒരു പൊട്ട് ഇറങ്ങി. അപ്പോൾ പത്തലൊക്കെ ഉമ്മ മാവൊക്കെ കുഴച്ചാന്ന് കേട്ടോ. അമ്മ കുറച്ച് നേരം ചുട്ടു. അത് കഴിഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ച് കാണാണ്ട് പോയിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പത്തലും ചായയും കൂടെ കുടിച്ചു. കറിയൊന്നുമില്ല, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയാണ് കേട്ടോ. കുറച്ചുണ്ടായിട്ടുള്ളൂ. അത് ഇത് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചീരയും പരിപ്പും കറി വെക്കാനാണ്. പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഭയങ്കര കളിയാണ്. ചോറ് ഇവിടെ ചോറ് ഊറ്റിയിട്ടില്ലേ? പിന്നെന്താ? പിന്നെ കറിയോ? പിന്നെ സാമ്പാറ്. കറിയും സാമ്പാറും വേറെ വേറെ ഉണ്ട് അല്ലേ? ഇവിടെ വിറക് ഉണ്ടാക്കാണ് കേട്ടോ. ഇവിടെ വിറക് ഉണ്ടാക്കുകയാണേ. ഓലൊക്കെ വെട്ടിയില്ല. ചോറ് ഊറ്റിയിട്ടില്ലേ? പിന്നെന്താ? പിന്നെ കറിയോ? പിന്നെ സാമ്പാറ്. കറിയും സാമ്പാറും വേറെ വേറെ ഉണ്ട് അല്ലേ? ഇവിടെ വിറക് ഉണ്ടാക്കാണ് കേട്ടോ. ഇവിടെ വിറക് ഉണ്ടാക്കുകയാണേ. ഓലൊക്കെ വെട്ടിയില്ല. അങ്ങനെ ഉള്ളിയും മുളകൊക്കെ ഒന്ന് താളിച്ചു. അതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചത് വെച്ചെടുത്തു. ഇനി നമുക്ക് ചീര ഇട്ടെടുക്കാം. ഇട്ടാ ചീരക്കറി റെഡിയായി. സരിയാ ഒരു ഗ്ലാസ് സരിയാ. നമ്മളുള്ള മുളകൊക്കെ ഇട്ട് കാണും. ഇപ്പൊ ചോദിച്ചാണ് എരി കയറുമെന്ന്. അങ്ങനെ കറി റെഡിയായി. ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പെരുന്നാൾക്ക് വാങ്ങിച്ചിട്ടുള്ള സ്രാവ ചെയ്യുന്നുട്ടോ. അതിൻ്റെ ലാസ്റ്റ് ആണെന്ന്. അപ്പം അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട്. ഇനി നമ്മളിത് എത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് അരച്ച് വെക്കണം കേട്ടോ. നെല്ലിക്ക, ബീട്രൂട്ട്, ആപ്പിള്, ക്യാരറ്റ്. ഇത് എന്നിട്ട് നമ്മൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാനാണ്. അപ്പോൾ ഒക്കെ നമ്മൾ ഫ്രീസ് ചെയ്യും. ഇപ്പോൾ കട്ടാക്കി വെക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുള്ളൂ കേട്ടോ രാവിലെ കുടിക്കൽ. എപ്പോഴും അരച്ചിപ്പോൾ വെക്കും, എന്നിട്ട് രാവിലെ കുടിക്കും.
എന്നും രാവിലെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റൂല കേട്ടോ, അതിനൊരു ജൈഡ് ചോയൊക്കെയാണ്. ഇടക്ക് കുടിച്ചു ഇടക്ക് കുടിച്ചൂല. ABC ജ്യൂസ് ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ. ഇത് കൊണ്ടുപോയി അപ്പം ഞാൻ ഇതിന് തൊലിയൊക്കെ ചെത്തി ഇതൊന്ന് അരക്കട്ടെ. ഇതിനെന്താടി പറയാ, ഗ്ലൂട്ടാത്തയോണോ അങ്ങനെയും പറയില്ല. ഈ നെല്ലിക്കൊക്കെ ഇവിടെ നിൽക്കും. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാം. ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു കഷ്ണമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റായി നിൽക്കുക ബീട്രൂട്ടിൻ്റെ വൃത്തിയട്ട ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് എല്ലാം നമ്മൾ ഐസ് കട്ട വെക്കണ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു കള്ളി മാത്രം ഒഴിവാണ് കേട്ടോ, ബാക്കി എല്ലാത്തിലും ആയിട്ടുണ്ട്. എൻ്റെ അനിയത്തി പറയുക ഇടയിലൊന്ന് കുടിച്ചു നോക്കിയത്. ഓള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെങ്കിൽ ഫുള്ളിലും ഉണ്ടായിരുന്നു, എത്ര പ്രാവശ്യം ഒന്നിൽ കുറവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചീരയും പരിപ്പും കറിയും, സ്രാവ് പൊരിച്ചതും, അതേപോലെ തന്നെ നമ്മളെ ഓർക്കാപ്പുളിയും കൈപ്പയ്ക്കും അച്ചാറുമാണ് കേട്ടോ. ഈ അച്ചാർ ഇന്നേ ദിവസം തീർന്ന ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയിരുന്നു ഈ അച്ചാർ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൈപ്പയ്ക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ വരെ അച്ചാർ വാരി വാരി തിന്നായിരുന്നു. അപ്പോൾ ഞാനിതാ കുറച്ച് ചീരക്കറിയും അതേപോലെ തന്നെ ഓർക്കാപ്പുളിയാണ് ഇരിക്കുന്നത്, കൈപ്പങ്ങയും ഒരു സ്രാവിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് നല്ല ഒന്ന് കുഴച്ചങ്ങ് ചോറങ്ങ് കഴിച്ചു. എന്തൊരു ടേസ്റ്റ് ചെയ്തു, പറയുമ്പോഴത്തേന് എനിക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാ തീർത്തു. അത് കഴിഞ്ഞ് നമ്മളെ ചരങ്ങവള്ളീൻ്റെ കുറച്ച് ഇലയൊക്കെ നുള്ളിയിട്ടാൽ നന്നായിട്ടുണ്ടാവുമെന്ന് നമ്മളെ സ്വപ്ന ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാൻ കുറച്ച് നുള്ളിയിട്ടതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞ് ചിരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടച്ചിരങ്ങ. അങ്ങനെ അത് വള്ളിയൊന്നും ഇല്ലാതെ അതിൻ്റെ മുകളിൽ ആ കൊമ്പുമ്മ കയറിയിട്ട് പൊട്ടിച്ചാടി ആ വള്ളിയൊക്കെ നിലത്ത് കണ്ട് വീണു. എന്നിട്ട് അയിമത് ഒരു കുഞ്ഞ് ചിരങ്ങയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായി, നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചിരങ്ങയാണ്. അങ്ങനെ ഞാൻ ചിരങ്ങൊക്കെ പൊട്ടിച്ചു അവിടെ കൊണ്ടുവന്ന് വെച്ചു. അടുത്ത ദിവസം നമുക്കത് താളിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.